കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പന്നിവീഴ ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രിയിൽ ഇത്രയും അനുഗ്രഹീതമായ നിലയിൽ നമുക്കേവർക്കും കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. കാലാവസ്ഥയെ അനുകൂലമാക്കി തന്നു, അനുകൂലമായ സാഹചര്യങ്ങൾ തന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ മനോഹരമായ ആത്മീക ഗീതങ്ങളും ഉന്നതമായ തിരുവചന സത്യങ്ങളും ശ്രദ്ധിപ്പാൻ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ സഹോദരീ സഹോദരന്മാർ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ശ്രേഷ്ഠ കർത്തൃദാസന്മാർ, അനുഗ്രഹീത മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഈ പ്രദേശത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ, മാധ്യമത്തിൽ കൂടി ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ, എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാത്രികാല വന്ദനങ്ങൾ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇത്രയും സമയം അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ വാസ്തവത്തിൽ ഞാൻ കർത്താവിൽ സന്തോഷിച്ചു. നല്ല ശ്രുതിമധുരമായിട്ട് വീണ്ടും ജനിച്ച ദൈവമക്കൾ ആത്മാവിന്റെ നിറവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള ആ ലക്ഷ്യത്തോടെ പാടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പ്രിയ സഹോദരങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്കൊന്നിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാനുള്ള അവസരം ലഭിച്ചു. അതിന് ഞാൻ വളരെ അവിധത്തിൽ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതുപോലെ തന്നെ ആരെല്ലാം ആവശ്യബോധത്തോടെ ശ്രദ്ധിക്കുന്നുവോ, ആരെല്ലാം അനുസരണ മനോഭാവത്തോടെ വിശ്വസിക്കുന്നുവോ, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് നിത്യമായ ജീവനും നിത്യമായ സമാധാനത്തിനും നിത്യമായ സന്തോഷത്തിനും ഉടമസ്ഥരാക്കി തീർക്കുന്ന, മാത്രമല്ല മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രിയിലും പ്രസംഗിച്ച് കേൾപ്പിക്കുവാൻ വലിയവനായ ദൈവം നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവസരം അനുവദിച്ചു തന്ന ബഹുമാന്യ ദൈവസഭയോട്, ദൈവദാസന്മാരോടുള്ള എന്റെ നന്ദിയും സ്നേഹവും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള സമയത്തെ തിരുവചന പ്രഭാഷണത്തിന് ആധാരമായി ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കണമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴിയായി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയാക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട്
മനസ്സലിഞ്ഞ് അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ വഴിയമ്പലക്കാരന് കൊടുത്തു, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രമെല്ലാം അഴിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ച ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും അവന്റെ അടുക്കലെത്തി, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. എന്നാൽ ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവന്റെ അരികെ എത്തി, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവന്റെ അടുക്കിലേക്ക് ചെന്ന് എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പോകുന്നേരം വഴിയമ്പലക്കാരൻ 2 വെള്ളിക്കാശ് കൊടുത്തു, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. വിശ്വപ്രസിദ്ധി ആർജിച്ച നല്ല ശമര്യക്കാരനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, ഈ ലോക ജീവിതത്തിന്റെ മധ്യത്തിൽ വഴിയാത്രയ്ക്കിടയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് ആക്രമിക്കപ്പെട്ട് മുറിവേൽക്കപ്പെട്ട് മരിക്കാറായ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച്, അവനെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ഉദ്ധാരണ പ്രവൃത്തിയെക്കുറിച്ചൊക്കെയാണ് ഈ വേദഭാഗത്തിലൂടെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം അവിടുത്തെ വിലയേറിയ വചനത്തിൽ കൂടി ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഉദ്ധാരണ പ്രവൃത്തിയെക്കുറിച്ചും ഇത്ര ശ്രദ്ധേയമായി ശക്തീകരണം നൽകി പഠിപ്പിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെ ഈ ലോക ജീവിതത്തിന്റെ മധ്യത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത മരണത്തിന്റെ തണുത്ത കരങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മെ തേടി വന്ന ദൈവത്തെ നാം അറിയണം. നമുക്ക് വേണ്ടി വലിയ രക്ഷ ഒരുക്കി തന്ന ദൈവത്തിന്റെ രക്ഷാ സന്ദേശം കേൾക്കണം, അത് വിശ്വസിക്കണം, നിത്യമായ നാശത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം എന്ന് പറഞ്ഞാൽ, ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കി തന്ന വലിയ രക്ഷാ സന്ദേശം എല്ലാവരും കേൾക്കണം, എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. എവിടെ നിന്ന്? വരുവാനുള്ള നിത്യനാശത്തിൽ നിന്നും ഈ ദേശത്തുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെയുള്ള സഭയിലെ സഹോദരന്മാർക്ക് പ്രേരണ കൊടുത്ത് ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ക്രമീകരിച്ച് സുവിശേഷത്തിന്റെ സത്യവചനം പ്രസംഗിച്ച് കേൾപ്പിക്കുന്നത്. ഈ പ്രദേശത്തുള്ള സകല മനുഷ്യരെയും ദൈവം ഒന്നുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞാൽ, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട ആത്മീയ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മരണം വഴിയായിട്ട് നിത്യനാശത്തിലേക്ക് പോകുന്ന മനുഷ്യവർഗത്തെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹം. കാരണം പാപം നിമിത്തം മനുഷ്യൻ എന്തുമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. പാപത്തിന്റെ സകല ദുരിതങ്ങളും അനുഭവിച്ച് പാപഭാരവും ചുമന്ന് കിതച്ച് ജീവിച്ച് അവസാനം മരണം വഴിയായിട്ട് നിത്യമായ തീപ്പൊയിലേക്ക് തള്ളപ്പെടുവാൻ വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹം. കാരണം എന്തുമാത്രം രോഗങ്ങളും ദുഃഖങ്ങളുമാണ്. ഒരു ക്യാൻസർ രോഗിയുടെ മരണശയ്യ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുകയാണ്. MBA പാസ്സായ നല്ലൊരു യൗവനക്കാരൻ, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, സ്നേഹനിധിയായ ഭാര്യ, നല്ല വീട്, അതുപോലെ നല്ല കാറ്, സമർത്ഥരായ മക്കൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഈ യൗവനക്കാരൻ എവിടെ ചെന്നാലും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. കാരണം അത്ര നല്ല സൽസ്വഭാവിയായിരുന്നു.
എന്നാൽ ഇദ്ദേഹത്തിന് ക്യാൻസർ നിലയിലൊക്കെ ട്രീറ്റ്മെന്റ് നടത്തി. പക്ഷെ 2 വർഷത്തെ ആ ചികിത്സ കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡിൽ കിടക്കുകയാണ്. കാരണം നേരെ കിടക്കാനും വയ്യ, നേരെ ഇരിക്കാനും വയ്യ. തലയാണ് ചരിഞ്ഞു കിടക്കുന്നു. അല്പം ശ്വാസത്തിന് വേണ്ടി വലിച്ചു കിടക്കുന്ന ആ മനുഷ്യരൂപം എന്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അല്പം ആശ്വാസത്തിന് വേണ്ടി, അല്പം ശ്വാസത്തിന് വേണ്ടി വലിച്ചു ജീവിക്കുന്ന നിസ്സഹാരായ ധാരാളം ജനങ്ങളുണ്ട്. അങ്ങനെയുള്ള മനുഷ്യവർഗത്തെ, നാനാവിധങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യവർഗത്തെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹം, അതാണ് ഈ വേദഭാഗത്തിലൂടെ ആമുഖമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പ്രദേശത്തുള്ള സകല മനുഷ്യരെയും സ്വർഗത്തിലെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ മരണശേഷം നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആളാകട്ടെ, ഏതു സഭാവിഭാഗത്തിൽപ്പെട്ട ആളാകട്ടെ, ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത മരണം നിങ്ങളെ കടന്നു പിടിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് എന്നെയും നിങ്ങളെയും നമ്മെ എല്ലാവരെയും തേടി വന്ന ദൈവത്തിന്റെ സ്നേഹമാണ് ഈ വേദഭാഗത്തിലൂടെ ഒന്നാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിലൂടെ എന്താ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? നാം ദൈവദാസനിൽ കൂടി വായിച്ചു കേട്ട ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ച് അതിന്റെ പ്രാരംഭ ഭാഗം ലൂക്കോസ് 10:30. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഈ വേദവാക്യം ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെയാ വായിച്ചത്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. എന്താ കാരണം? ഈ യെരുശലേമിൽ നിന്നും ഏകദേശം 2000 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് യെരിഹോ വന്ന പട്ടണം. ഭൂമിശാസ്ത്രപരമായിട്ട് പരിശോധിച്ചാൽ അറിയാം, ഇന്നും പോയി പരിശോധിച്ചാൽ അറിയാം, അനേകർ ആ സ്ഥലത്ത് പോകുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിൽ യെരിഹോ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുമ്പോൾ യെരുശലേമോ സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരാൾ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ ഏകദേശം 2000 അടി താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങളൊക്കെ പറയുന്നത് അവർ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ, ഉദാഹരണമായിട്ട് 10 നിലയുള്ള കെട്ടിടത്തിന്റെ ടോപ്പ് ഫ്ലോറിൽ നിന്ന് ഒരാൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തോ പറയും? അദ്ദേഹം മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറയും. ഇതുപോലെ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം അഴിച്ചു, അവനെ മുറിവേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിലൂടെ പരിചയപ്പെടുത്തി തരുന്ന ഈ വഴിയാത്രക്കാരനെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ വിലയേറിയ വചനത്തിലൂടെ നമ്മുടെ ദൈവമായ കർത്താവ് അവതരിപ്പിക്കുന്ന ഈ വഴിയാത്രക്കാരനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ വഴിയാത്രക്കാരൻ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായ, പാടുന്ന നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായ ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും ഈ ലോകത്തിൽ യാത്രക്കാരാണ്. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിതയാത്രക്കാരാണ്. പ്രിയ ജോൺസൺ പറഞ്ഞതുപോലെ ഞാനും ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കും. അതുകൊണ്ട് 100 കണക്കിന് ജനങ്ങളുമായിട്ട് അഭിമുഖ സംഭാഷണത്തിലുള്ള അവസരം ലഭിക്കാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ യാത്രക്കാരല്ലേ? സാധാരണ എല്ലാ ജനങ്ങളും തലകുലിക്ക് സമ്മതിക്കും. പിന്നെ നമ്മളെല്ലാവരുടെ യാത്രക്കാരാ. ജനിക്കുമ്പം തുടങ്ങുന്ന യാത്ര ഏതാണ്ട് 70 80 വർഷം കഴിയുമ്പോൾ യാത്ര തീരും. നമ്മളെല്ലാവരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നമ്മളൊക്കെ യാത്രക്കാരാണെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മനുഷ്യരും ഒന്നുപോലെ തലകുലിക്ക് സമ്മതിക്കും. ഇത് സാധാരണക്കാർ മാത്രമാണോ സമ്മതിക്കുന്നത്? അല്ല. ഭാവനാ സമ്പന്നന്മാരായ കവികൾ, നോവൽ എഴുതുന്നവർ, സാഹിത്യ കൃതികളൊക്കെ രചിക്കുന്നവർ, അവരൊക്കെ മനുഷ്യജീവിതത്തെ ജീവിതയാത്രയോട് സാദൃശ്യപ്പെടുത്തി എത്രയോ മനോഹരമായ കവിതകൾ, അതുപോലെ ചെറുകഥകൾ, വലിയ കഥകൾ, നോവലുകൾ, സാഹിത്യകൃതികൾ ഇതൊക്കെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഭൂമിയിലുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മാത്രമല്ല, പിന്നെയോ വിശ്വപ്രസിദ്ധിയാർജിച്ച ഈ ലോകം ദർശിച്ച ഭാവനാ സമ്പന്നന്മാരായ കവികളും സാഹിത്യകാരന്മാരും എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നു, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഈ ലോകത്തിൽ യാത്രക്കാരാണ്, ജീവിതയാത്രക്കാരാണ്. മാത്രമാണോ, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മഹാജ്ഞാനിയായ മഹോശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ അനവധി പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളൊക്കെ ഇവിടെ യാത്രക്കാരാണ്. 1-2 വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന്, വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. വിലാപങ്ങൾ 1:12. അവിടെ എഴുതിയിരിക്കുന്നത്, കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്കേതുമില്ലയോ? യഹോവ തന്റെ ഉഗ്രകോപ ദിവസത്തിൽ അവൻ എനിക്ക് വരുത്തിയ വ്യസനം പോലൊരു വ്യസനമുണ്ടോ? എന്ന് പറഞ്ഞാൽ
പാപത്തിന്റെ ശമ്പളമായ നിത്യനാശം നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മെ തേടി വന്ന, നമുക്ക് വേണ്ടി പ്രതിപകരയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് വളരെ ശക്തീകരണം നൽകി രേഖപ്പെടുത്തിയിട്ട് ദൈവം തന്റെ വചനത്തിലൂടെ തന്റെ ദാസനിലൂടെ ചോദിക്കുകയാണ്, കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്കേതുമില്ലയോ എന്ന് പറഞ്ഞാൽ ഈ അടൂരി പ്രദേശത്തുള്ള സകല മനുഷ്യരും ജീവിതമാകുന്ന പെരുവഴിയിലൂടെ നടന്നു നീങ്ങുന്നവരാണ്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ട്. വഴി കിടന്ന് വഴക്കൊന്നും ഇടാതിരിക്കുക. ഈ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കർത്താവിനെ കാണുന്നതിന് തടസ്സമായിട്ട് ഒന്നും ഭവിക്കാതിരിക്കാൻ എങ്ങനെ യാത്ര ചെയ്യണം, വിശ്വാസികൾ വളരെ മാതൃകയോടെ യാത്ര ചെയ്യുവാൻ വേണ്ടിയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. എഫേസ്യർ 4-ന്റെ 1-2 വാക്യങ്ങളൊക്കെ അങ്ങോട്ട് പഠിച്ചാൽ അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങൾ പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടെ യാത്ര ചെയ്യണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. രക്ഷിക്കപ്പെട്ടവർ വളരെ സൗമ്യതയോടെ വിനയത്തോടെ യാത്ര ചെയ്യണം. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണത്തക്ക നിലയിൽ യാത്ര ചെയ്യണം. മാത്രമല്ല, യാത്രയ്ക്ക് തടസ്സമായ സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യാത്ര ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ടോ? എബ്രായർ 12:1. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങൾ ഓടുക, യാത്ര ചെയ്യുക. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നമ്മളെല്ലാവരും യാത്രക്കാരാണ്. അതുകൊണ്ടാണ് ഭക്തകവിയായ നാഗൽ സാഹിബ് യൂറോപ്പിൽ നിന്നും കേരളത്തിൽ വന്ന്, നമ്മളൊക്കെ ഈ കേരളത്തിൽ നിന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ യൂറോപ്പിൽ നിന്ന് ഒരു സാഹിബ് കേരളത്തിൽ വന്ന് മലയാളം പഠിച്ച് വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചു. അദ്ദേഹം എഴുതിയ മനോഹരമായ ഭക്തിഗാനങ്ങളുണ്ട് കേട്ടോ. ഒരു ഇംഗ്ലീഷുകാരൻ മലയാളം പഠിച്ച ഭക്തിഗാനം. ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടാ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പാടിയത്. എത്ര മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നറിയാമോ? അദ്ദേഹം എഴുതിയ പാട്ടിൽ ഏറ്റവും എനിക്ക് ഹൃദ്യമായിട്ട് തോന്നിയൊരു പാട്ട് സമയമാൻ രഥത്തിൽ, ഞാൻ പറഞ്ഞു പോകുന്നു, ജോൺലിയാണെ നല്ലപോലെ അത് പാടും. സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായിട്ട് ഞാൻ ബന്ധപ്പെട്ടോടുന്നു എന്ന് പറഞ്ഞാൽ സമയമാകുന്ന രഥത്തിൽ കൂടി സകല മനുഷ്യരും സ്വർഗയാത്ര ചെയ്യുകയാണ്. ആ പാട്ടിൽ എന്നെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്പർശിച്ചത്, ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ അവിടുത്തേക്ക് സ്തോത്രം, വേഗം ഞാൻ അവിടുത്തെ കാണും. എന്തോ ഒരു പ്രത്യാശയാണ്. ദീർഘവർഷം കർത്താവിനെ സേവിച്ച, കർത്താവിന് ജീവിതത്തെ സമർപ്പിച്ച ആ ഭക്തൻ പറയാണ്, ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരും, യേശുവേ അവിടുത്തേക്ക് സ്തോത്രം, ഞാൻ അവിടുത്തെ വേഗം കാണും. ഈ പാട്ടിന്റെ ഹൃദ്യത മനസ്സിലാക്കിയിട്ട് ആ കാലത്തെ സിനിമാ നിർമ്മാണക്കാർ ഈ പാട്ടങ്ങ് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അരനാഴിക നേരം എന്ന് പറയുന്ന സിനിമയൊക്കെ ഉണ്ടാക്കി അതിൽ ഈ പാട്ട് ഉൾക്കൊള്ളിച്ചു. അതിൽ സിനിമാ നടൻ സത്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ അവർ ഈ പാട്ടാണ് പാടിയത്. പക്ഷെ സിനിമാ നടൻ സത്യൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ പാട്ട് പാടിയോണ്ട് മാത്രം അദ്ദേഹം സ്വർഗത്തിൽ പോവോ? പാട്ട് പാടിക്കോ, എത്ര നേരം വേണേലും പാടിക്കോ, അത് നിങ്ങളുടെ പാട്ടാണെന്ന് വേണേലും പറഞ്ഞോ. പക്ഷെ മരിച്ചു കിടക്കുമ്പോൾ ഇത് പാടിക്കൊണ്ട് മാത്രമാണ് സ്വർഗത്തിൽ പോകത്തില്ല. ഇന്ന് അനേകരും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ ആ പരേതന്റെ വിലാപയാത്രയിൽ ഈ പാട്ടുപാടി അങ്ങ് ആശ്വസിക്കാറുണ്ട്. എന്റെ പ്രിയ സ്നേഹിത, പാട്ടുപാടിയതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് എൻ പേർക്ക് യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലാണ് പ്രത്യാശയോടെ പാടാൻ കഴിയുന്നത്. അല്ലാത്തവർക്കും പാടാം. സമയമാൻ രഥത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ യാത്ര ചെയ്ത് അങ്ങോട്ടാ പോകുന്നത്. പ്രിയ സ്നേഹിത, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉള്ളിൽ വരാതെ മണ്ണിൽ നിന്റെ കണ്ണടഞ്ഞാൽ സമയമാൻ രഥത്തിലൂടെ യാത്ര ചെയ്ത് നിത്യനാശമെന്ന ശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടും. എന്നാൽ രക്ഷിക്കപ്പെട്ട ഞങ്ങൾ പറയട്ടെ, ആകെ അല്പം നേരം മാത്രം ഞങ്ങളുടെ യാത്ര തീരും. ഞങ്ങൾക്ക് തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട്. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീൽ കൂടി സ്വർഗത്തിലേക്കുള്ള ജീവന്റെ വഴി ക്രിസ്തു തുറന്നു തന്നതുകൊണ്ട് ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു തുറക്കപ്പെട്ട സ്വർഗമുണ്ട്. പ്രൈസ്
പ്രൈസ് ദി ലോർഡ്. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരും. പ്രിയ സ്നേഹിത, നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത ആളാണെങ്കിലും നിങ്ങളുടെയും സമയമൊക്കെ തീരുകയാ. ആകെ അല്പം നേരം മാത്രം യാത്ര തീരും. മരണശേഷം നിത്യമായ തീപ്പൊയിലേക്ക് തള്ളപ്പെടും. എന്തിനാ നാശത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്ത് നിത്യമായ തീപ്പൊയിലേക്ക് തള്ളപ്പെടുന്നത്? ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ എന്തിനാ നാശത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്ത് നിത്യമായ തീപ്പൊയിലേക്ക് പോകുന്നത്? രാത്രി മാനസാന്തരപ്പെട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. 5 പൈസ മുടക്കണ്ട, അര മിനിറ്റ് അധ്വാനിക്കണ്ട, പേര് മാറണ്ട, ജാതി മാറണ്ട. പിന്നെയോ മാനസാന്തര ഹൃദയത്തോടെ തിരുവചനപ്രകാരം യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് വാഴിക്കുക. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. അതുകൊണ്ടാണ് സ്നേഹനിധിയായ എം.ഇ. ചെറിയാൻ സാർ പാട്ടിലൂടെ ഇങ്ങനെ ചോദിച്ചത്, ജീവിതയാത്രക്കാരാ, നിന്റെ കാലടികൾ എങ്ങോട്ടാണ്? നാശത്തിന്റെ പാതയാണോ ജീവന്റെ മാർഗമാണോ? ഇന്ന് രാത്രി പരിശോധിക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക. നിത്യമായ സന്തോഷത്തിന് ഉടമസ്ഥരായി തീരുക. എന്തുകൊണ്ട്? നമ്മളൊക്കെ ഇവിടെ ഒരു ദിവസം തീരും. അതാണ് ഈ വേദഭാഗം രണ്ടാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മൂന്നാമതായിട്ട് ഈ വേദഭാഗത്തിലൂടെ എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മളിവിടെ യാത്രക്കാരാണെന്ന് മാത്രമല്ല, വേദഭാഗം പഠിച്ചാൽ അറിയാം, അനേക തരത്തിലുള്ള അപകടങ്ങൾ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് ഞാനും നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് മൂന്നാമതായിട്ട് പഠിപ്പിക്കും. എന്തുകൊണ്ട്? ഈ യെരുശലേമിൽ നിന്നും എരിഹോവിലേക്കുള്ള വഴിദൂരം എന്ന് പറഞ്ഞാൽ കേവലം 27 കിലോമീറ്ററുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന ദൂരേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആയുസ് വളരെ ചുരുക്കമല്ലേ? പക്ഷേ അനേക തരത്തിലുള്ള ദുർഘടങ്ങൾ നിറഞ്ഞ ഒരു പാതയാണ്. എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളും ഗുഹകളുമുള്ള മലം പ്രദേശത്തൂടെ വെട്ടിയെടുത്ത ഒരു പാതയാണ് യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്കുള്ള പാത. അത് മാത്രമല്ല, ഇടവിട്ട് കുത്തനെയുള്ള ഇറക്കമുണ്ട്. എന്തുകൊണ്ട്? 27 കിലോമീറ്ററിനുള്ളിൽ 2000 അടി താഴ്ചയിലേക്ക് പോകണം. ഇന്നത്തെ പോലെ സംവിധാനമില്ല. അതുകൊണ്ട് കുത്തനെയുള്ള ഇറക്കമുണ്ട്. ഈ പാറക്കെട്ടിന്റെ കൂടെ കുത്തനെയുള്ള ഇറക്കം കൂടെ ഉണ്ടെങ്കിലോ എത്ര പേരാ തെന്നി വീണ് രക്തം ചിന്തി മരിച്ചത്. മാത്രമല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ അനേകം രക്തം ചിന്തി മരിച്ച ഒരു പാതയിലൂടെയാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ചരിത്രകാരന്മാർ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രക്തവഴിയെന്നാണ് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് നടന്നു നീങ്ങുന്ന, അപകടം പിടിച്ച വഴിയിലൂടെ നടന്നു നീങ്ങുന്ന നമ്മുടെ പ്രതിനിധിയായ മനുഷ്യനെ നോക്കിയേ. എന്തിനാ നോക്കുന്നത്? നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ആയുസിൽ എന്തെല്ലാം അപകടങ്ങളായില്ലേ? ശാരീരികമായ അപകടങ്ങൾ എപ്പോ വേണേലും സംഭവിക്കാം. മാനസിക സംഘർഷങ്ങൾ, ആത്മീയ അധ്യായുധങ്ങൾ എപ്പോ വേണേലും അതൊക്കെ സംഭവിക്കാവുന്ന ഒരു ആയുസിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസത്തിന്റെയും അതിരാവിലെ പരിശോധിച്ചാൽ അറിയാം. അതിരാവിലെ മുതലൊന്ന് പരിശോധിച്ച് നടക്കാനിറങ്ങിയ ദമ്പതികൾ വണ്ടി ഇടിച്ചു മരിച്ചു. അപ്പൊ രാവിലെ തുടങ്ങിയ അപകടം ഇല്ലേ? മാവേലിക്കരയ്ക്കടുത്ത് മുതുകുളത്ത് 3 കൊച്ചുങ്ങൾ ഓടാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. വെറുതെയല്ല, പട്ടാളത്തിൽ ചേരാൻ വേണ്ടി 19ഉം 20ഉം വയസ്സുള്ള കൊച്ചുങ്ങളാ. പക്ഷെ അവരങ്ങോട്ട് പോയപ്പോൾ തന്നെ അങ്ങോട്ട് ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു ട്രക്ക് വന്നിടിച്ചു 3 പേരെ ഇടിച്ച് തെറിപ്പിച്ചു. ഒരു വീട്ടിലെ മാതാപിതാക്കളുടെ 2 ആൺമക്കൾ അപ്പോഴേ തൽക്ഷണം മരിച്ചു. എങ്ങനെ സഹിക്കുവോ ആവൂ. അടുത്ത വീട്ടിലെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി, അവനും മരിച്ചു. എന്തുമാത്രം അപകടങ്ങൾ! അതുമാത്രമാണോ? LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ള മമ്മിമാരോട് ചോദിച്ചാൽ അറിയാം. രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സ്കൂൾ ബസ്സിൽ കയറ്റി വിടും. ബസ് തിരിച്ചു വരാൻ താമസിച്ചാൽ പരിഭ്രമം തുടങ്ങും. നാടൻ ഭാഷയെ പറഞ്ഞ വെപ്രാളം. എന്താ കാര്യം? ബസ് ചരിയുക എന്ന് മാത്രമല്ല, ഈ അടുത്ത സമയത്ത് ഒരു ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാ ഡ്രൈവർമാരും അങ്ങനെയല്ല. അതിൽ കയറിയ കൊച്ചിനോട് തെറ്റായിട്ട് ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബസ് ചരിഞ്ഞ് മാത്രമല്ല അപകടം, പിന്നെ ബസ്സിനകത്തും അപകടം. ഇന്ന് ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവനും ഞെട്ടിച്ച സംഭവമാണ് ഡൽഹി പട്ടണത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നടന്ന സംഭവം ഇല്ലേ? അതിദാരുണമായ സംഭവം. പ്രിയപ്പെട്ടവരെ, ബസ്സിനകത്ത് പ്രശ്നം, ട്രെയിനകത്ത് പ്രശ്നം, ഇത് മറിഞ്ഞാൽ പ്രശ്നം, എപ്പോഴും അപകടം, എപ്പോഴും അപകടം. ഈ യാത്രയൊന്നും ചെയ്യേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് വിചാരിച്ചാലോ? ഈ യാത്ര ചെയ്താലല്ല അവിടെ വീട്ടിൽ നിന്നാലോ? കോട്ടയത്തൊരു കള്ളൻ വീട്ടിൽ കയറി ഒരു വീട്ടമ്മയുടെ തലയ്ക്ക് കോടാലി വെച്ചടിച്ചു. ബോധം കെട്ടി വീണപ്പോ കമ്മലെ കയറി പിടിച്ചതാണ്. കാത് പാതി അങ്ങ് പറഞ്ഞുപോയി. സൂക്ഷിച്ചോണം, പാതി അങ്ങ് പറഞ്ഞുപോയി. അതുപോലെ മല്ലപ്പള്ളിയിലാണെങ്കിൽ ഏറെ നാൾ കുവൈറ്റിൽ ജോലി ചെയ്ത വൃദ്ധ ദമ്പതികൾ, അത്ര വൃദ്ധരൊന്നും ആയില്ല, 72 വയസ്സേ ഉള്ളൂ കേട്ടോ. ഭർത്താവിനെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് ഭാര്യയെ അടിച്ചു കൊന്നു. ഉള്ള സ്വർണ്ണം എടുത്തുകൊണ്ടുപോയി, സ്വത്ത് എടുത്തുകൊണ്ടുപോയി. വീട്ടിലിരുന്നാലും പ്രശ്നം, യാത്ര ചെയ്താലും പ്രശ്നം, എപ്പോഴും അപകടം വരാവുന്ന ഒരു യാത്രയിലാണ് പ്രിയ സ്നേഹിത താങ്കൾ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും എനിക്ക് വലിയ ആരോഗ്യമുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല. നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവർ, നിങ്ങളെക്കാൾ സംഘടനാ ശക്തിയുള്ളവർ, നിങ്ങളെക്കാൾ മാനസിക ശക്തിയുള്ള, കഴിഞ്ഞ മാസം മാവേലിക്കരയിൽ SI കെട്ടി ഞാൻ തീർത്തു.
SI മോശക്കാരനാണോ? കഴിഞ്ഞ വർഷം ഞാൻ പത്രത്തിൽ വായിച്ചു DSP കെട്ടിഞ്ഞാന്ന് മരിച്ചു. അതൊക്കെ മാനസിക ശക്തി ഇല്ലാത്തവരാണോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും സഹിക്കാൻ കഴിയാത്ത ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ, മാനസിക സംഘർഷങ്ങൾ, ആത്മീയ അത്യാഹിതങ്ങൾ, ശാരീരിക അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ശരീരത്തിലാണ്, ഒരു പാതയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതാണ് കർത്താവ് വേദഭാഗത്തിലൂടെ പറയുന്നത്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രമെല്ലാം അഴിച്ച് അവനെ മുറിവേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ചുരുക്കെഴുത്തിൽ എഴുതിയിരിക്കുക, മരിക്കത്തക്ക നിലയിൽ ഉപദ്രവിച്ചു. അവൻ അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ഒന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിക്കാറായി കിടന്നത്? ചോദിച്ച കൊച്ചു കുട്ടികൾ പോലും പറയും കള്ളന്മാർ അടിച്ചതുകൊണ്ട്. ശരിയാ, ഉത്തരം ശരിയാ. പക്ഷെ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്രമാത്രം കള്ളന്മാർ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ട് ഇത്രമാത്രം പീഡനക്കാരൊക്കെ വർദ്ധിക്കുന്നു? സ്ത്രീ പീഡനക്കാർ എന്തുമാത്രമാ! എത്ര ഭീകരവാദികൾ, സ്ഫോടക വസ്തുക്കളൊക്കെ അരയിൽ വെച്ച് കെട്ടി മറ്റുള്ളവരെ കൊല്ലുവാൻ വേണ്ടി ഓടി നടക്കുന്ന ഭീകരവാദികൾ ഇല്ലേ? അതുപോലെ എന്തുമാത്രം ചാരപ്രവൃത്തികൾ, മോഷണപ്രവൃത്തികൾ. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇത്രമാത്രം അസ്വസ്ഥത, അസമാധാനം, അക്രമങ്ങൾ? ഉത്തരം വേദപുസ്തകത്തിലാണ്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് പാപമാണ്. പാപം. അതാണ് ഞങ്ങൾ സുവിശേഷ പ്രസംഗത്തിലൂടെ അറിയിക്കുന്നത്. പ്രശ്നത്തിന്റെ അടിസ്ഥാന സത്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിശുദ്ധനായ ദൈവത്തിന്റെ വിലയേറിയ വചനത്തോട് അനുസരണക്കേട് കാണിച്ചു. എപ്പോൾ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചുവോ അപ്പോൾ തന്നെ മനുഷ്യ ജീവിതത്തിൽ പാപവും പ്രവേശിച്ചു. അതാണ് റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഈ വേദഭാഗത്തിലൂടെ മനുഷ്യജീവിതത്തെ പരിശോധിച്ചാൽ സമ്മതമാവണ്ണം വലിയ സത്യമല്ലേ? അല്ലയോ ദേശവാസികളെ, നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്ക്, ഞങ്ങൾ ഈ പറയുന്ന കാര്യം സത്യമല്ലേ? അമ്മയുടെ ഉദരം മുതൽ ശവക്കുഴി വരെ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തുടങ്ങി മരണം വരെ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന എന്തുമാത്രം പാപത്തിന്റെ വിവിധ സ്വഭാവങ്ങളുണ്ട്. കോപിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ക്രോധം, ഈർഷ്യ, പക, പിണക്കം, പ്രതികാരം, അതുപോലെ മറ്റുള്ള മുമ്പിൽ തുറന്നു പറയാൻ കഴിയാത്ത മ്ലേച്ഛകരമായ ചിന്തകൾ. എന്താ കാരണം? മനുഷ്യജീവിതത്തിൽ പാപം പ്രവേശിച്ചു. മനുഷ്യനെ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന, മനുഷ്യനെ തെറ്റായ പ്രലോഭനങ്ങളുടെ കുത്തൊഴുക്കിലേക്ക് വലിച്ചിഴയ്ക്കുന്ന, മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന ചെയ്തിട്ട് ആ വിനോദ ശർമ്മയുണ്ടല്ലോ, ആ ഡൽഹിയിൽ ആ പെങ്കൊച്ചിനോട് ക്രൂരമായിട്ട് ഏർപ്പെട്ട വിനോദ ശർമ്മ പറഞ്ഞത്, കോടതി എന്നെ തൂക്കിലേറ്റിക്കൊള്ളാൻ. എന്തിനാ പിന്നെ അവനത് ചെയ്തത്? അവനെ നാശത്തിലേക്ക് വലിച്ചു നയിക്കുന്ന പാപത്തിന്റെ വശ്യശക്തി. അവൻ വിചാരിക്കുന്ന തൂക്കിലേറ്റുമ്പോൾ അത് തീരുവന്ന. ഇല്ല, പിന്നെ പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന് പറഞ്ഞാൽ കേവലം ശാരീരിക മരണം മാത്രമല്ല. ഈ ലോകത്തിൽ എന്തുമാത്രം മനുഷ്യരാണ് മരണം വഴിയായിട്ട് മാറ്റപ്പെട്ടത്, ഇല്ലേ? ഞാനതൊക്കെ ചിന്തിക്കാറുണ്ട്. എത്രയെത്ര ഉന്നതന്മാർ, മഹാന്മാർ. ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ അറിയാം. സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, രാജാറാം മോഹൻ റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ചാച്ചാ നെഹ്റുജി, ഇവരൊക്കെ ജീവിച്ചിരുന്നത് എന്തോ കഴിവുള്ളവരായിരുന്നെന്നറിയാം. എല്ലാവരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. നമ്മുടെ ഇന്ത്യയിലോ കെ കരുണാകരൻ മോശമായിരുന്നു, ഇ കെ നയനാർ, ഇ ജോൺ ജേക്കബ്, അതുപോലെ ആരെയും ഭാവഗായകരാക്കുന്ന വയലാർ രാമവർമ്മ എന്തൊരു നല്ല പാട്ടാ എഴുതിയത്. അദ്ദേഹം എഴുതിയൊരു പാട്ട് ഞാൻ എപ്പോഴും ഓർക്കും, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. ആ പാട്ടും പാടിക്കൊണ്ട് അനേക സഹാക്കൾ, ഞാൻ ബാലപ്രായത്തിൽ എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ പാട്ടും പാടിക്കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നും പറഞ്ഞ് പാടിപ്പോയ ഒത്തിരി സഹാക്കളെ എനിക്ക് ഓർമ്മയുണ്ട്. അവരെല്ലാം മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, മരിക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞാലും മരിക്കും. ഈ ദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാലും ഒരിക്കൽ മരണം ദൈവം നിയമിച്ചതാണ്. മരിക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചു. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് മരണം, ഇല്ലേ? ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള അജ്ഞരും എല്ലാവരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. നമുക്ക് പിന്നെ എന്ത് ശങ്ക? പ്രിയ സ്നേഹിത, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കണം, ഒരു ദിവസം മരണശയ്യയിൽ കിടക്കും. മരണം നിങ്ങളെ കടന്നു പിടിക്കുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുന്ന പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന് പറഞ്ഞാൽ കേവലം ശാരീരിക മരണം മാത്രമല്ല, പിന്നെയോ മരണശേഷം വലിയൊരു ന്യായവിധിയുണ്ട്. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്താണ് ന്യായമായ വിധി? അതൊന്നും വിശദീകരിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം, വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അറിയാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും.
ഇവിടെ ആരംഭമായിട്ടാണ് ഇവിടെ ഒരു സുവിശേഷ യോഗം നടത്തുന്നത് പറഞ്ഞതുകൊണ്ട് അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളൊന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ ആകാശവും ഭൂമി ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടതുമില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ശ്രദ്ധിച്ചോ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ജീവിക്കുമെന്ന്. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനം മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയതിനനുസരിച്ച് ഓരോരുത്തർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇത് സുവിശേഷ പ്രസംഗമാണ്. ന്യായവിധി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പ്രസംഗമല്ല സുവിശേഷ പ്രസംഗം. പിന്നെയോ, ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം കരുണാസമ്പന്നായ ദൈവമായതുകൊണ്ട്, മനസ്സലിവുള്ള പിതാവായതുകൊണ്ട്, സർവകൃപാലുവായ ദൈവമായതുകൊണ്ട് ഒരു മനുഷ്യനും മരണശേഷം നിത്യമായ നാശത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാണ് സ്വർഗത്തിലെ ദൈവം ദൈവരൂപത്തിലിരുന്നവൻ ലോകചരിത്രത്തെ 2ആയിട്ട് വേർതിരിച്ചുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞാൽ, മരണശേഷം നിത്യമായ തീപ്പൊയ്യേടി വന്ന അവരെ രക്ഷിക്കാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ മരണശേഷം നിത്യനാശത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മനുഷ്യനെ കർത്താവ് എങ്ങനെയാ രക്ഷിച്ചതോ? തിരുവെഴുത്ത് പഠിച്ചാൽ അറിയാം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്നുള്ള തിരുവെഴുത്ത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഗസവനത്തോട്ടത്തിൽ കവിണ് വീണ്, എന്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു, എന്റെ കുടലിന്റെ നടുവേ ഉരിയിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കോടെ പറ്റുന്നു, എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിപ്പോകുന്നു, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എന്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാമെന്നുള്ള പ്രവാചക വാക്കുകളെ നിവർത്തീകരിച്ചുകൊണ്ട് ഗസവനത്തോട്ടത്തിൽ കവിണ് വീണ് വിയർപ്പ് ചോരത്തുള്ളി പോലെ ഒഴുകത്തക്കവണ്ണം പ്രാണവേദനയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തിയ സർവശക്തനായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നെത്താനെ അർപ്പിച്ചു തന്നു. നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വലിയ രക്ഷ ഒരുക്കി തന്നു. അതാണ് കർത്താവ് ഈ തിരുവെഴുത്തിലൂടെ പറയുന്നത്. ഒരു ശമരിയാക്കാരനോ വഴി പോകയിൽ അവനെ കണ്ടിട്ട് മനസ്സലി. നിങ്ങൾ ആ വേദഭാഗം പഠിക്കുമ്പോൾ അറിയാം, ഈ ദൈവസ്നേഹത്തിന്റെ പ്രതിനിധിയായ നല്ല ശമരിയാക്കാരൻ ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പ് 2 പ്രമാണിമാർ അതുവഴി കടന്നുപോയി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 10:30 മുതൽ ഒന്നുകൂടെ നോക്കിക്കോ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാർ അതിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം അഴിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ചു പോയി. ആ വഴിയായി എതർച്ചയാ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും അവന്റെ അടുക്കലെത്തി, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെയെങ്കിൽ ആരാണ് ഈ പുരോഹിതനും ലേവ്യനും ഒക്കെ? ഞാൻ ചുരുക്കി പറയട്ടെ, ഈ ലോകത്തിലെ സകല മതങ്ങളുടെയും റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന യഹൂദ മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന മത നേതാക്കന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഈ തിരുവഴുത്തിലൂടെ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെയും പ്രാണനെ നിത്യനാശത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു മതങ്ങൾക്കോ മതനേതാക്കന്മാർക്കോ കഴിയില്ല എന്ന് മഹാജ്ഞാനിയായ ദൈവം അവിടുത്തെ വചനത്തിലൂടെ അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗുരുവല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഉപദേശിയല്ല പറഞ്ഞത്. നിങ്ങളെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മഹാജ്ഞാനിയായ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്ന നമ്മുടെ ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവം പറയുന്നു, ഒരു മതങ്ങൾക്കും, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ക്രിസ്തു മതം ഉൾപ്പെടെ ഒരു മതങ്ങൾക്കും ഒരു മത നേതാക്കന്മാർക്കും നമ്മുടെ ആത്മാവിനെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുകയില്ല. എന്താ കാരണം? അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവർക്കത് സാധിക്കില്ല. എന്തുകൊണ്ട്? മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാനായിട്ട് വിലയേറിയത് കൊടുക്കണമെന്ന്. എന്തുമാത്രം വില കൊടുക്കണം? 49-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, ഒരു നാളും കഴിയുകയില്ല. മനുഷ്യന്റെ ആത്മാവിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഓരോ മനുഷ്യന്റെ ആത്മാവിന് വിലയുണ്ടെന്ന്. ഈ മനുഷ്യന്റെ ആത്മാവിന് എന്തുമാത്രം വിലയുണ്ട്?
മനുഷ്യന്റെ ആത്മാവിന് വില നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരവും അറിവും ആർക്കാ? മനുഷ്യനെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സർവജ്ഞാനിയായ ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ ആത്മാവിന് വില നിശ്ചയിക്കാനുള്ള അവകാശമുള്ളൂ. കാരണം ഈ ലോകത്തിലെ കമ്പനികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. അതിന് വില നിശ്ചയിക്കുന്ന ആരാ? ഇവിടെ വരുന്ന നാട്ടുകാരാണോ? അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. നാട്ടുകാർ വിലയിട്ടാൽ സാധനം കിട്ടത്തില്ല, പിന്നെ ആ കമ്പനി പറയുന്ന വില കൊടുക്കണം. അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യനെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് മാത്രം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നൊന്നും മനുഷ്യന്റെ വിലയാകത്തില്ല. വഞ്ചിക്കപ്പെടരുത്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യന്റെ ആത്മാവിന് എന്തുമാത്രം വിലയാ കൽപ്പിച്ചിരിക്കുന്നത്? മർക്കോസ് 8:36 വായിച്ചാൽ അറിയാം. ഓരോ മനുഷ്യന്റെ ആത്മാവിന് സർവ്വലോകത്തെക്കാളും വിലയുണ്ട്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ആത്മാവിന് സർവ്വലോകത്തെക്കാളും വിലയുണ്ട്. ഈ ചുറ്റുപാട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വെറുതെ ബീഡി വലിച്ച് പുകച്ച് കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ആത്മാവിന് സർവ്വലോകത്തെക്കാളും വിലയുണ്ട്. ഏതെങ്കിലും മദ്യപാനിയായ സഹോദരന്മാർ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ മദ്യപിച്ച് 5 പൈസയും കയ്യിലെ കടക്കാരായി കവളുകൊട്ടി ജീവിക്കുന്നെങ്കിൽ എന്റെ സ്നേഹിത, നിനക്കൊരു ദോഷവും ചെയ്യരുത്. നിനക്ക് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. മഹാജ്ഞാനിയായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുന്നേ നേടാൻ കഴിയും. അതുപോലെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ പെൺകുഞ്ഞുങ്ങൾ, അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി ദൈവം തന്ന മനോഹരമായ ജീവിതത്തെ അഴുക്ക് ചാലിലൂടെ കടത്തിവിട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ എന്റെ കുഞ്ഞ് വാത്സല്യ ഭാഷയിൽ പറയാണ്, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്. സർവ്വലോകത്തെക്കാളും വിലയുള്ള ഒരാത്മാവ് നിനക്കുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇന്നലെ ഒരു ഗുണ്ടാ നേതാവിനെ അറസ്റ്റ് ചെയ്തു. എത്ര ചെറുപ്പക്കാരാ ഗുണ്ടാ നേതാവാകുന്നത്? എന്റെ കുഞ്ഞെ, നിന്റെ ജീവിതം ഗുണ്ടാ നേതാവാകാനല്ല, നിനക്ക് വിലപ്പെട്ട ഒരാത്മാവുണ്ട്. ഞാൻ എന്റെ ബാലപ്രായത്തിൽ കേട്ട ഒരു പാട്ട് എപ്പോഴും ഓർക്കും. നഷ്ടപ്പെടാൻ ഒന്നുമില്ല കൈവിലങ്ങല്ല. അതൊന്ന് ചുമ്മാ പറയുക. നമ്മുടെ ജീവിതത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാ കേട്ടോ. അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാ. നഷ്ടപ്പെടാൻ വിലപ്പെട്ട ഒരാത്മാവുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഓരോ മനുഷ്യന്റെ ആത്മാവിന് സർവ്വലോകത്തെക്കാളും വിലയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സർവ്വലോകത്തെക്കാളും വിലയുള്ള ആത്മാവിനെ നേടാൻ എത്ര രൂപ കൊടുത്താൽ പറ്റും? ചിലർ 10 രൂപ കൊടുക്കാറുണ്ട്, ചിലർ 100 രൂപ കൊടുക്കാറുണ്ട്, ചിലർ 1000 രൂപ കൊടുക്കാറുണ്ട്. 50,000 കൊടുക്കുന്നവരൊക്കെ ഒരു 2 കിലോ സ്വർണം കൊടുക്കുന്ന വിചാരിച്ച് രക്ഷപ്പെട്ടെന്ന കണക്ക് കൂട്ടി നോക്ക്. സർവ്വലോകത്തെക്കാളും വിലയുള്ള ആത്മാവിനെ നേടാൻ 2 കിലോ സ്വർണം കൊടുത്താൽ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇന്ത്യ മഹാരാജ്യം മുഴുവനും കൂടെ മറുവിലയായിട്ട് കൊടുത്താൽ പറ്റുമോ? ഇന്ത്യ മഹാരാജ്യത്തിന് എത്ര രൂപ വില നിശ്ചയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഒരു അമ്പലത്തിലെ കണക്കെടുക്കാൻ കണക്ക് വിദഗ്ധന്മാർ പാടുപെടുകയാണ്. അങ്ങനെ എന്തുമാത്രം പള്ളികളും വീടുകളും അമ്പലങ്ങളും ഒക്കെ എന്തുമാത്രം ഗുപ്തനിധികളുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ അമ്മ ചെന്നപ്പോൾ പഴയ സാരിക്കകത്ത് 75,000 രൂപ. ആരെങ്കിലും കണ്ടതാണോ? ഒരു ഭിക്ഷക്കാരന് മരിച്ചപ്പോൾ പോലീസ് വാണ്ടക്കെട്ട് പരിശോധിച്ചു, ലക്ഷക്കണക്കിന് രൂപ. എന്നിട്ട് ഞാൻ വായിച്ചു തുറക്കുന്നത് 2.5 ലക്ഷവും 3.5 ലക്ഷം രൂപ. അന്ന് രാവിലെ ചോദിച്ചാണ് അമ്മ വല്ലതും തരണേന്ന്. അല്ലെ, ഇത് വല്ലൊരും അറിയുന്ന പണമാണോ? ഈ ഭൂമിക്കടിയിൽ എന്തുമാത്രം ഗുപ്തനിധികളുണ്ടെന്നറിയാം. എന്തുമാത്രം ഫിക്സഡ് ഡിപ്പോസിറ്റ് അതിന്റെ റെസിപ്റ്റ് ഒക്കെ ഇങ്ങനെ അറിയാതെ കിടപ്പുണ്ടെന്നറിയാമോ? ഇഷ്ടം പോലെ ഗുപ്തനിധികളുണ്ട്. സ്വർണവും ഇരുമ്പും ഒക്കെ ഗുപ്തനിധികളുണ്ട്. ഇതെല്ലാം കൂടെ കൊടുത്താൽ ഒരു മനുഷ്യന്റെ ആത്മാവിനെ നേടാൻ പറ്റുമോ? ഈ പ്രപഞ്ചം മുഴുവനും കൊടുത്താലും നേടാൻ കഴിയില്ല. അവിടെയാണ് സുവിശേഷ പ്രഭാഷണത്തിന്റെ പ്രാധാന്യത. എന്തുകൊണ്ട്? സർവ്വലോകത്തെക്കാളും വിലയുള്ള മനുഷ്യന്റെ ആത്മാവിനെ നേടുവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം തന്നെ മറുവിലയായി തീർന്നു. അതാണ് സുവിശേഷ പ്രസംഗത്തിന്റെ പ്രാധാന്യത. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ച എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ വചനത്താൽ വിളിച്ചു വരുത്തിയ കൊലോസ് ലേഖനം 1:16 വായിച്ചു നോക്കുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലത്തെ തന്റെ വചനത്താൽ വിളിച്ചു വരുത്തിയ സ്വർഗത്തിലെ ദൈവം തന്നെ പ്രിയ സ്നേഹിത നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്നു. ഒരു ശമരിയാക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി. അങ്ങനെയെങ്കിൽ മരിക്കാറായി കിടന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഈ ദൈവസ്നേഹത്തിന്റെ പ്രതിനിധിയായ മനുഷ്യൻ എന്തുകൊണ്ടാണ് ശമരിയക്കാരെന്ന് പേരിട്ടത്? വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഒരു യഹൂദൻ എന്നല്ലേ വിളിക്കേണ്ടത്. കാരണം അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം സകല മനുഷ്യനെ രക്ഷിപ്പാൻ ലോകചരിത്രത്തെ 2ആയിട്ട് വേർതിരിച്ചുകൊണ്ട് ദൈവരൂപത്തിൽ നിന്നും വേഷത്തിൽ മനുഷ്യനായിട്ട് പലസ്തീനിൽ വന്നപ്പോൾ യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. പിന്നെന്തുകൊണ്ടാണ് ശമരിയക്കാരെന്ന് വിളിച്ചത്? അതിന് കാരണമുണ്ട്. ആ കാലത്തെ യഹൂദ നേതാക്കന്മാർ യേശുക്രിസ്തുവിനെ നോക്കി നീ ഒരു ശമര്യനാണെന്ന് പരിഹസിച്ച് വിളിച്ചു. സമയക്കുറവാണെങ്കിൽ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 48-ാമത്തെ വാക്യം. യോഹന്നാൻ 8:48. അവരങ്ങനെ വിളിച്ചത് മനഃപൂർവ്വം കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിയായിരുന്നു. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്
ശരിയല്ലയോ എന്ന് പറഞ്ഞു. അതിന്റെ 49 കൂടെ വായിച്ചോ. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. കണ്ടോ, മഹാജ്ഞാനിയായ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വന്ന കർത്താവിനെ നോക്കി ഇതാ മനുഷ്യവർഗം അപമാനിക്കുന്നു. വാസ്തവത്തിൽ ഒരു മനഃപൂർവ്വം കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടി വിളിച്ചത്. കാരണം അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള നിക്കോദിമോസ് എന്തോ പറഞ്ഞതോ, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയവർ, കർത്താവിന്റെ വാക്ക് കേൾക്കുന്നവർ, കർത്താവ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്നവർക്കൊക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ കർത്താവിന്റെ മഹത്വം അറിയാൻ പറ്റുമെന്ന്. കാരണം ഒരു ബാലകന്റെ കയ്യിലുണ്ടായിരുന്ന 5 യവത്തപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി 5000 പുരുഷന്മാർക്കും അവരോട് ചേർന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് എത്രമാത്രം കൊടുത്തു? വയറ് നിറച്ചു കൊടുത്തു. അധികം 12 കൊട്ട നിറച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ ആരൊക്കെ കർത്താവിൽ അഭയം പ്രാപിക്കുന്നുവോ അവരെ അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്ന നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ കർത്താവായ യേശുക്രിസ്തു മാത്രമാണോ കർത്താവിന്റെ വചനം കേട്ട് പടകിൽ യാത്ര ചെയ്ത ശിഷ്യന്മാർ? ഇതാ പ്രകൃതിയൊക്കെ വല്ലാതെ പ്രതികൂലത്തിലായി കാറ്റാഞ്ഞു വീശുന്നു, കടലിളകി മറിയുന്നു, പടകിതാ മുങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതാ വെള്ളത്തിന്മേൽ നടന്നു വന്ന മുങ്ങിത്താഴാൻ പോകുന്ന ശിഷ്യന്മാരെ വാത്സല്യത്തോടെ കണ്ടിട്ട് ഇതാ കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞ് ആഞ്ഞു വീശിയ കാറ്റിനെയും ഇളകി മറിയുന്ന സമുദ്രത്തെയും നിയന്ത്രിച്ച മഹാജ്ഞാനിയായ മഹാശക്തനായ കർത്താവ് മാത്രമാണോ മരിച്ചടക്കപ്പെട്ട ലാസർ 4 ദിവസമായി ശവം അഴുകിനാറി ആ കല്ലറയുടെ അടുക്കൽ നിന്നുകൊണ്ട് ആ ശവത്തിന്റെ അടുക്കൽ നിന്ന് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിന് നഷ്ടപ്പെട്ട ജീവൻ തിരികെ കൊടുക്കുക മാത്രമല്ല, അഴുകിനാറിയ ശവശരീര സ്ഥാനത്ത് ഒരു പുതിയ ശരീരം കൊടുത്ത സർവശക്തനായ ദൈവം ജീവനെ കൊടുപ്പാനും തിരിച്ചെടുപ്പാനും അധികാരമുള്ള മഹാദൈവത്തെ നോക്കി ഇതാ നിക്കോദിമോസ് പറഞ്ഞു, കർത്താവേ നീ സ്വർഗത്തിൽ നിന്ന് വന്നവന്. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ സ്വർഗത്തിൽ നിന്ന് വന്ന മഹാശക്തനായ ദൈവമാണ്. പിന്നെന്തുകൊണ്ടാണ് യഹൂദ പുരുഷന്മാർ യേശുക്രിസ്തുവിനെ നോക്കി നീ ഒരു ശമര്യൻ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കർത്താവ് അനുവദിച്ചു കൊടുത്തത്? യഹൂദ ഗോത്രത്തിൽ സിംഹമായ ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? അതിന്റെ കാരണമുണ്ട്. നമ്മുടെ കർത്താവിനുള്ള ബന്ധത്തിൽ ഒരു പ്രവചന നിവൃത്തിയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ആ വേദഭാഗങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ അറിയാം, ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഏതൊരു മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, അതേ മനുഷ്യവർഗത്താൽ ദൈവസ്നേഹം നിന്ദിക്കപ്പെടും, ത്യജിക്കപ്പെടും, വ്യസനപാത്രമായി തീരുമെന്ന് യെശയ്യാ പ്രവാചകൻ തുടങ്ങിയ പ്രവാചകന്മാർ പ്രവചന ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അതിശയ വിഷയം എന്താണെന്നറിയാമോ? മനുഷ്യവർഗം തങ്ങളെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നിത്യനായ ദൈവത്തെ ഒന്ന് തിരിച്ചറിയാൻ അല്പസമയം പോലും ചെലവഴിക്കുന്നില്ല. ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ മനസ്സ് വയ്ക്കുന്നില്ല. വിദ്യാഭ്യാസത്തിൽ അഭിമാനിക്കുന്ന മനുഷ്യൻ, ശാസ്ത്രീയ നേട്ടങ്ങൾ അഭിമാനിക്കുന്ന മനുഷ്യൻ, സയൻസിലും ടെക്നോളജിയിലും അത്യഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യൻ, അവന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ധാർമ്മിക പരാജയത്തിന്റെ കാരണം അവനെ സൃഷ്ടിച്ച വിശുദ്ധനായ ദൈവത്തെ, രക്ഷിക്കാൻ കഴിയുന്ന അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന മഹാജ്ഞാനിയായ ദൈവത്തെ തിരിച്ചറിയാൻ മനസ്സ് വയ്ക്കുന്നില്ലെന്നുള്ളത്. ഈ കാര്യത്തിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാളും താണ നിലവാരത്തിലാണെന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്ക്. കാള തന്റെ ഉടയവനെയും കഴുത എന്റെ ജനമോ അറിയുന്നില്ല. നോക്കുക, മനുഷ്യവർഗം ദൈവസ്നേഹത്തെ അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നില്ല, ഒന്ന് തിരിച്ചറിയാൻ മനസ്സ് വയ്ക്കുന്നില്ല. വാസ്തവത്തിൽ ഇന്ന് ഭൂമിയിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഏക സന്ദേശമാണ് സുവിശേഷ പ്രസംഗം. ഞങ്ങൾ ഇത്രയും സമയം സുവിശേഷം പ്രസംഗിച്ചു. ശ്രദ്ധിച്ചു കേട്ടവർക്കറിയാം, ആരെയെങ്കിലും പരിഹസിക്കുന്ന, ആരുടെയെങ്കിലും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വാക്കെങ്കിലും പറഞ്ഞോ? ഇല്ലേ, പറയത്തില്ല. ശരിക്കും വചനം പഠിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ആരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു വാക്കുപോലും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? എന്താണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെ സ്നേഹിക്കുന്നു. സുവിശേഷത്തിന്റെ സാരസത്ത മാത്രമല്ല, ഒരു മനുഷ്യനും മരണശേഷം നരകത്തിലേക്ക് പോകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന് കാൽവറിയിലെ ക്രൂസിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സൗജന്യമായിട്ട് വലിയ രക്ഷയൊരുക്കി. ഇതാണ് സ്നേഹിത സുവിശേഷം. പക്ഷേ സുവിശേഷം എന്ന് പറയുമ്പോൾ പലർക്കും അങ്ങ് ദേഷ്യമാണ്. ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കും പലരും ഇങ്ങനെ എതിർത്ത് വരാറുണ്ട്. ഞങ്ങളുടെയൊക്കെ മക്കളുടെ പ്രായമുള്ളവരൊക്കെ എതിർത്ത് വരാറുണ്ട്. അവരോട് ചോദിക്കുക, എന്താ മോനെ സുവിശേഷം? അതവനറിയത്തില്ല. എടാ മക്കളെ, എന്താണ് സുവിശേഷം? അതവനറിയില്ല. അവൻ ചുമ്മാ തന്നെ എതിർക്കുക.
അത് വികാര വിജൃംഭിതരായി തീരുക. എന്താ കാരണം? അതിന്റെ ഒരു പ്രധാന കാരണം, ഇത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഈ സുവിശേഷത്തിന്റെ ശക്തി അറിയാൻ കഴിയില്ല. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. അവിടെ അപ്പോസ്തലനായ പൗലോസ് അത് പരിശുദ്ധാത്മാവിനെ വളരെ മനോഹരമായിട്ട് രേഖയാക്കി തന്നിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി എന്ന ആധാരമായിരിക്കേണ്ടതിന് ഞങ്ങളുടെ പ്രസംഗവും ഞങ്ങളുടെ വചനവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, പിന്നെയോ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് മനുഷ്യന്റെ തേജസ്സിനായിട്ട് മുൻനിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായിട്ട് നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ല. എന്ന് പറഞ്ഞാൽ ഇത് വെളിപ്പെട്ട് ലഭിക്കാത്തത് കൊണ്ട് ഈ ലോകത്തിലെ ദൈവത്തിന്റെ ഉപകരണങ്ങളായിട്ട് മനുഷ്യർ സുവിശേഷത്തെ എതിർക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പ്രസംഗിച്ച് കേൾപ്പിച്ചത്, അല്ലേ യഹൂദ പുരുഷന്മാർ, യെരൂശലേം ദേശവാസികളെ, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന യേശു ഇതാ അവനെ പിതാക്കന്മാരെ ഉയർപ്പിച്ചു, അവനെ ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹം മുഴുവനും അറിഞ്ഞുകൊള്ളട്ടെ. ഈ പ്രദേശത്തുള്ള സകല മനുഷ്യരും അറിയേണ്ട ഒരു സത്യമുണ്ട്. എന്താണെന്നോ അത്, നമ്മളെ എല്ലാവരും രക്ഷിപ്പാൻ സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ച കർത്താവ്, പാപം ചെയ്ത് ദരിദ്രരായി നമ്മെ സമ്പന്നരാക്കുവാൻ നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കർത്താവ്, നമുക്ക് വേണ്ടി മുഖത്ത് തുപ്പലേറ്റ, കന്നത്തടിയേറ്റ, കവടി വീണി ചമ്മട്ടിയാൽ അടിയേറ്റ, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട കർത്താവ്, മരിച്ചടക്കപ്പെട്ട അവിടെ കിടക്കുകയല്ല, പിന്നെയോ ജയോത്സവത്തോടെ പറയട്ടെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് നിങ്ങൾ കേട്ടിരിക്കണം. തന്റെ ശിഷ്യന്മാർ കാണെ സ്വർഗാരോഹണം ചെയ്തുവെന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വേഗം വരുന്നവൻ, തന്നിൽ വിശ്വസിക്കാത്തവരെ ന്യായം വിധിച്ച് നിത്യമായ നാശത്തിലേക്ക് തള്ളിക്കളയുവാൻ ശക്തനായ വലിയവനായ ദൈവമാണെന്നും നിങ്ങൾ കേട്ടിരിക്കണം. നിങ്ങളുടെ ബുദ്ധി ഇത് പ്രകാശിച്ച് ലഭിക്കണം. അതിനാണ് ഞങ്ങളിത് പ്രസംഗിച്ച് കേൾപ്പിക്കുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. നാം വേദപുസ്തകം പഠിച്ചാൽ അറിയാം, വലിയവനായ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കി തന്ന രക്ഷ അത് സമ്പൂർണമായിട്ടും സൗജന്യമാണ്. പേരും മാറണ്ട, നാളും മാറണ്ട. പക്ഷെ ഒരു കാര്യമാണ്, എന്താ, ഈ രക്ഷ ഒരുക്കി തന്ന ക്രിസ്തുവിന്റെ മഹത്വം ഓരോരുത്തർക്കും വെളിപ്പെട്ട് ലഭിക്കണം. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നത്, ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലയോ യഹൂദ പുരുഷാരമേ, നിങ്ങൾ ആരെ നോക്കിയാണോ ശമരിയക്കാരനെ വിളിച്ചത്, ആ ശമരിയക്കാരന് മാത്രമേ നിങ്ങളുടെ പ്രാണനെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ പ്രിയ സ്നേഹിത, നിങ്ങൾ സുവിശേഷത്തെ എതിർക്കുന്ന ആളായിരിക്കാം, അറിഞ്ഞു അറിയാതെയും ക്രിസ്തുവിനെ എതിർക്കുന്ന ആളായിരിക്കാം. എന്നാൽ നിങ്ങൾ എതിർക്കുന്ന, നിങ്ങൾ അംഗീകരിക്കാത്ത ഈ ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാനായിട്ട് കഴിയുള്ളൂ. ഈ സത്യം ആർക്ക് വെളിപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ അവരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ. അവിടെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ കൂടി ലോകത്തോട് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ആ വേദഭാഗം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. യേശു ഫിലിപ്പിയന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് ആ ദേശത്ത് എന്ന ഒരു പ്രതീതി കൊണ്ട് എന്റെ ഹൃദയം നിറയും. അതാണല്ലോ വചനം ധ്യാനിക്കുന്നതിന്റെ പ്രത്യേകത. നമ്മളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് വെറുതെ വായിച്ചു പോകരുത്. പഠിക്കാൻ വേണ്ടി മാത്രവുമല്ല വായിക്കേണ്ടത്, പിന്നെയോ ഈ വചനത്തിന്റെ മേഖലയിലേക്കൊന്നും ഉയരണം. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ചയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിവഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ ഈ വചനം ധ്യാനിച്ചാൽ അവർ ആത്മീയ മേഖലയിലേക്ക് ഉയരപ്പെടും. ദൈവമഹത്വം കൊണ്ട് ഹൃദയം നിറയും. അതുകൊണ്ടാണ് തിരുവെഴുത്തി ധ്യാനിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ അനുഗ്രഹീയ ദൈവദാസനായ മഹാകവിയായ KV സൈമൺ സാർ അദ്ദേഹം എഴുതിയ പാട്ടിന്റെ 2 വരികളുണ്ട്. എന്താണ്? ദൈവപ്രഭാവം എന്റെ മുന്നിൽ തിളങ്ങിടുന്നു, ചൊല്ലാവതല്ല വാക്കുകളൻ പരമേശ. പലരും ഒരു മഹത്വവും കാണാതെ അത് പാടുന്നത്, അതാ വലിയ രസം. വേറെ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടാ പാടുന്നത്. കാണുമ്പോ തന്നെ അറിയാം അവർ ദൈവമഹത്വമൊന്നും കാണുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ വചനം ധ്യാനിച്ചാൽ ദൈവമഹത്വം കൊണ്ട് ഹൃദയം നിറയും. യേശു ഫിലിപ്പിയന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച 1-ാമത്തെ ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയും? 1-ാമത്തെ ചോദ്യം ആരിങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലേ?
എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ഈ പൊതുജനങ്ങളുടെ പ്രത്യേകത? ബഹുജനം പലവിധം ഇല്ലേ? ഒരു കാര്യം കേട്ടാൽ അത് ശരിയായിട്ട് പഠിക്കാതെ വായിൽ വരുന്ന അഭിപ്രായം പറയാം. അതാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. അത് ശരിയാണോ? ഈ വേദഭാഗം താഴോട്ട് പഠിച്ചാൽ അറിയാം. യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അപ്പൊ ശിഷ്യന്മാരെന്താ പറഞ്ഞത്? ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ പറയുന്നു ഏലിയാവെന്നും, വേറെ ചിലർ പറയുന്നു ഇരമ്യാവെന്നും, മറ്റു ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറയുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് എത്ര അഭിപ്രായം? ശരിയായ അഭിപ്രായമാണോ? അല്ല. ഈ കാലത്തുള്ളവരോട് ചോദിച്ചാലോ? മത നേതാക്കന്മാരോട് ചോദിച്ചാൽ പറയും യേശുക്രിസ്തു വിശുദ്ധന്മാരിൽ ഒരുവനെന്ന് പറയും. രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിച്ചാൽ പറയും യേശുക്രിസ്തു വിപ്ലവകാരിൽ ഒരുവനെന്ന് പറയും. ഇതിനൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് അങ്ങ് വലിയ ദേഷ്യമാണ്. ഞങ്ങളുടെ യേശുവിനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എനിക്കൊരു ദേഷ്യം തോന്നാറില്ല. എന്താ കാരണം എന്നറിയാമോ? യേശുക്രിസ്തു ബ്രദറൻ സഭയുടെ മാത്രം ദൈവമല്ല, യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, യേശുക്രിസ്തു സകല മനുഷ്യരുടെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പൊതുജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്, അവർക്ക് പറയാം. മാത്രമാണോ? കർത്താവ് ചോദിച്ചേക്കുകയല്ലേ? ചോദിച്ച ഉത്തരം പറയണ്ടേ? ഉദാഹരണമായിട്ട് 50 കുട്ടികളുള്ള ഒരു ക്ലാസ് ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിയാവുന്നവരും പറയും, ഇല്ലാത്തവരും പറയും. ദേഷ്യപ്പെടുവോ? ഇതുപോലെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, ശരിയായ ഉത്തരം തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കും. അന്നത്തെ പരീക്ഷ പേപ്പർ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ, അത് എ പാർട്ടെന്നും ബി പാർട്ടെന്നും പറഞ്ഞു. എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 5 ഉത്തരം തരാം, അതിൽ ഒന്ന് ശരിയാണ്. ഇതുപോലെ കർത്താവ് ശരിയായ ഒരു ഉത്തരം തന്നു. എന്താ ശരിയായ ഉത്തരം? ഞാൻ മേലിൽ നിന്ന് വന്നവനെന്ന് നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ യേശുക്രിസ്തു ഏലിയാവെന്ന് പറയുന്ന ഒരു കാര്യം എന്തുവാ? അവനവന്റെ പാപത്തിൽ മരിക്കും. യേശുക്രിസ്തു വിശുദ്ധന്മാരിൽ ഒരുവനെന്ന് പറഞ്ഞാലോ അവനവന്റെ പാപത്തിൽ മരിക്കും. യേശുക്രിസ്തു വിപ്ലവകാരിൽ ഒരുവനെന്ന് പറഞ്ഞാലോ അവരും അവരുടെ പാപങ്ങളിൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മേൽ നിന്ന് വന്നവനെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത സകല മനുഷ്യരും ഒരാൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. സ്വയം നരകം തിരഞ്ഞെടുക്കുക. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഈ ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കണം. അതുകൊണ്ട് കർത്താവ് രണ്ടാമതായിട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? വ്യക്തിപരമായ ചോദ്യം. ഇന്ന് രാത്രി പ്രദേശത്തുള്ളവരെല്ലാം വ്യക്തിപരമായ ചോദ്യം. പൊതുജനങ്ങളോട് ചോദ്യമുണ്ട്. പ്രിയ സ്നേഹിത, നിന്നോടൊരു ചോദ്യമുണ്ട്. താങ്കളോടൊരു ചോദ്യമുണ്ട്. പ്രിയ സാറേ, നിങ്ങളോടൊരു ചോദ്യമുണ്ട്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങളോട് ചോദ്യമുണ്ട്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ ശിമോൻ പത്രോസ് എന്ത് പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? ബർയോന ശിമോനെ, നിനക്കിത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തി, പിതാവത്രേ വെളിപ്പെടുത്തി തന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തി തരണം. അവര് മാത്രമേ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കത്തുള്ളൂ. ഈ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സുവിശേഷത്തെ എതിർക്കുന്നില്ലെങ്കിലും ഈ സുവിശേഷം നടക്കുമ്പോൾ കുറച്ചുപേര് ഇതിനുവേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. ചിലർ യോഗത്തിന് പോലും വരത്തില്ലെന്ന്. അവരുടെ കുഴപ്പമല്ല, അവർ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ട് ലഭിച്ചിട്ടില്ല. അവർ എതിർക്കുന്നില്ലെങ്കിലും ഉള്ളിലുണ്ടല്ലോ ഇതിനോടൊരു സ്നേഹമില്ലാത്ത എത്ര പേര് വിശ്വാസ കുടുംബത്തിലുണ്ട്. കുഞ്ഞെ, ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ട് ലഭിക്കാത്തത് കൊണ്ട്. എങ്ങനെയാ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ട് ലഭിക്കുന്നതോ? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-39 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. തുടർന്ന് എന്താ വായിക്കുന്നത്? ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയേ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് ലഭിക്കും. ഈ വേദഭാഗമാണ് എന്നെ രക്ഷാ നിർണയത്തിലേക്ക് നയിച്ചത് കേട്ടോ. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സുവിശേഷയോഗം നടത്തുമായിരുന്നു. ഞങ്ങൾ മർത്തോമക്കാരായിരുന്നു. ഞങ്ങളുടെ വല്യപ്പച്ചനും അപ്പച്ചനും ഒക്കെ സുവിശേഷയോഗം നടത്തുമായിരുന്നു. അപ്പൊ സുവിശേഷം ശരിക്ക് കേൾക്കും. ഉപദേശിമാര് പറയും, കുഞ്ഞെ നീ പാപിയാണ്. ഞാൻ പറയും, പാപിയാണ്. നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. അതെ, അത് ഞാൻ ഭക്തിയോടെയാ പറയുന്നത്. യേശുവിനെ കർത്താവായിട്ട് വാഴിക്ക് മനസ്സുണ്ടോ? ഉണ്ട്. കൈ ഉയർത്തു. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവൊന്നും വന്നില്ല. ജീവനത്തിന് അതി പോയിട്ട് കൊച്ചരി പോലും വരണ്ടേ? ഇതെന്താ തകരാറ്? ഞാൻ ആവശ്യബോധമാണെന്ന് പറഞ്ഞത്. ഇന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനത്തിന് അതിലൊഴുകും. എന്തുകൊണ്ട് വന്നില്ല? ഞാൻ കർത്താവിനോട് ചോദിച്ചു. കുറെ നാൾ ഈ സുവിശേഷയോഗം കേൾക്കാനായിട്ട് നടന്നു കേട്ടോ. എന്താ കാരണം? സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാകും. ചുമ്മാ കാത്തിരുന്ന ഭയങ്കര കുഴപ്പമുണ്ടാകും. പിന്നെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ്. അപ്പോസ്തല പ്രവൃത്തി 10:44 വായിച്ചു നോക്കാം. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് വന്നു.
പത്രോസ് എന്താ പ്രസ്താവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 10:43, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞല്ലോ. തിരുവഴുത്ത് അടിസ്ഥാനപ്പെടുത്തി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ഞാനൊരു 12 മൂലയിൽ ഇരുന്ന് കേട്ടോ. 1987 ഫെബ്രുവരി മാസം 4 രാത്രി ഒരു ദൈവാസൻ ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, ബഹുനിശ്ചയത്തോടെ പോരാ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തോടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ കർത്താവെ എന്നോട് സംസാരിക്കണം, എന്റെ ഹൃദയം അവിടെ നിന്നറിയുന്നല്ലോ, ഞാൻ അവിടുത്തെ വചനം അനുസരിക്കാം, എന്റെ മാനസാന്തത്തിന് കുഴപ്പമുണ്ടോ, എന്നോട് പൊറുക്കണം, ഞാൻ അവിടുത്തെ വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചു. ഇതൊരു തോന്നലല്ല, ഒരു സംഭവമാണ്. ഹൃദയം കത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചവന്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വന്നു. ഞാൻ മഹാഭാവിയാണ്, പേർക്കാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. ഇന്നു മുതൽ അവിടുത്തെ വചനം അനുസരിക്കാം. വാസ്തവമായിട്ടും യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചപ്പോൾ കേൾക്കണോ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി എന്നിൽ വ്യാപരിച്ചു. ഞാൻ വീണ്ടും ജനിച്ചു. അന്ന് രാത്രി ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ക്രിസ്തുവിനെ ഒന്ന് സാക്ഷിക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ കാതലായ ഒരു ഉദ്ദേശമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വരുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ പ്രഖ്യാപിക്കണം. അതാണ് എന്റെ പരമപ്രധാനമായ ഉദ്ദേശം. ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിച്ചോ? ഈ നല്ല ശമര്യക്കാരനൊന്ന് വെളിപ്പെട്ട് ലഭിക്കണം. ഈ നല്ല ശമര്യക്കാരനെ വെളിപ്പെട്ട് ലഭിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? ഈ ശമര്യക്കാരൻ മനസ്സലിവുള്ളവനാ. ലൂക്കോസ് 10:33 നോക്കിയേ. ആ ശമര്യക്കാരൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നല്ല ശമര്യക്കാരനായ ക്രിസ്തു മനസ്സലിവുള്ള പിതാവാണ്. ദൈവത്തിന്റെ മനസ്സലിവുകൊണ്ട് ഹൃദയം നിറയും ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിച്ചാൽ എന്താ അതിന്റെ പ്രയോജനം? 103-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാർ ഉള്ളത് ദയ വലുതായിരിക്കുന്നു. പിന്നെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞു പോകട്ടെ, ഈ നല്ല ശമര്യക്കാരനെ വെളിപ്പെട്ട് ലഭിച്ചാൽ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടും. വരുവാനുള്ള നിത്യനാശത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുവാനാണ് ദൈവത്തിന്റെ ദയ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത്. ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കുമ്പോൾ പാപമോചനം ലഭിക്കും. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് വരും. ഈ നല്ല ശമര്യക്കാരൻ മനസ്സലിവുള്ള പിതാവ്. രണ്ടാമതായിട്ട് എന്താ അവിടെ വായിക്കുന്നത്? ആ ശമര്യക്കാരൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവന്റെ അരികെ ചെന്ന് എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാ മരിക്കുന്നതെന്നറിയാമോ? രക്തം വാർന്നാണ്. പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, ബൈക്ക് ആക്സിഡന്റിലൊക്കെ മരിച്ച യുവാവ്. നേരത്തെ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു, പക്ഷെ രക്തം വാർന്നു മരിച്ചു. എന്താ കാരണം? രക്തത്തിലാണ് മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ അടങ്ങിയിരിക്കുന്നത്. ഇന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഇന്ന് മെഡിക്കൽ സയൻസ് ഒക്കെ സമ്മതിക്കുന്നുണ്ട്, ശരിയാണ്, മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണെന്ന്. അതുകൊണ്ട് ഈ പുസ്തകം പ്രസംഗിക്കാൻ ഭയങ്കര അഭിമാനമാണ്. ദൈവത്തിന്റെ വചനമാണെന്നേ, മാറ്റമില്ലെന്നേ. അപ്പൊ മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ അർത്ഥപ്രാണനായി കിടക്കുന്നത് എന്തുകൊണ്ടാ? പകുതി രക്തവും പോയി, പകുതി ജീവനുണ്ട്. ഇനിയുള്ള ഓരോ തുള്ളി രക്തം എന്ന് പറഞ്ഞാൽ അത് നിർണായകമാണ്. അതുകൊണ്ടാണ് ആ നല്ല ശമര്യക്കാരൻ തക്ക സമയത്ത് അവന്റെ അടുക്കലെത്തി അവനെ എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. ഇതാണ് റോമാലേഖനം 5:6. ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. കർത്താവ് ചെയ്യുന്നതെല്ലാം തൽസമയത്ത്. എബ്രായ 4:16 നോക്ക്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ആ സമയത്ത് ചെന്നു അവന്റെ മുറിവുകളെ കെട്ടി അവന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തു. അതാണ് 116-ാം സങ്കീർത്തനം വായിച്ചാൽ അറിയാം. എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തത് വായിക്കുമ്പോൾ എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. കാരണം ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ സകല ആഘാതങ്ങളും ഏറ്റ് മുറിവേൽക്കപ്പെട്ട രക്തം ചൊരിഞ്ഞ ഒരു ഹൃദയമായിട്ട് നടന്ന ഒരു ജോർജിയാക്കളുണ്ട്. എവിടെ ചെന്നാൽ രക്ഷ പ്രാപിക്കുക അറിയില്ല. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ, ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ട് ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മാ ഉള്ളത്തിൽ വന്ന് ഈ മുറിവേൽക്കപ്പെട്ട മനുഷ്യൻ എണ്ണയും മീഞ്ഞുമാണ് കൊടുത്തതെങ്കിൽ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാനെ തന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ച നിത്യജീവൻ ഉടമസ്ഥനാക്കി തീർത്തു. അങ്ങനെ നിത്യജീവൻ ലഭിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവന്റെ മുറിവുകളെ കെട്ടി, എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. തുടർന്നെന്താ വായിക്കുന്നത്? ഈ ശമര്യക്കാരന്റെ മറ്റൊരു പ്രത്യേകത, തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു.
എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവം അവരെ വെറുതെ വിടത്തില്ല. അന്നു മുതൽ കർത്താവിന്റെ അത്ഭുതകരമായ പരിപാലനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ഭയമാണ്. യേശുക്രിസ്തു പറയുന്ന പോലെ മാനസാന്തരപ്പെട്ട്, യേശുക്രിസ്തു പറയുന്ന പോലെ വിശ്വസിച്ച്, യേശുക്രിസ്തു പറയുന്ന പോലെ സ്നാനപ്പെട്ടാൽ എന്തൊക്കെയോ നഷ്ടം വരുമെന്ന്. ഇല്ല കേട്ടോ. ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവ് പറയുന്ന പോലെ മാനസാന്തരപ്പെട്ട്, കർത്താവ് പറയുന്ന പോലെ സ്നാനപ്പെട്ട്, കർത്താവ് പറയുന്ന പോലെ വേർപെട്ട് ആരാധിച്ചാൽ അന്നു മുതൽ അത്ഭുതകരമായ പരിപാലനം. വിശദീകരിക്കാനുള്ള സമയമില്ലല്ലോ. എങ്ങനെയാ കർത്താവ് പരിപാലിക്കുന്നത്? എബ്രായ ലേഖനം 7:25 വായിച്ചു നോക്കുക. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതയെ ജീവിക്കുന്നവനാകിയാൽ പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ പ്രാപ്തനാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചാൽ അവരെ നിത്യസ്വർഗത്തിന് അവകാശമാക്കി തീർക്കും, പൂർണ്ണമായിട്ടും രക്ഷിക്കും. അതാണ് യൂദയുടെ ലേഖനം 24-ാമത്തെ വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ കാത്തു സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തും. ദൈവം തന്ന രക്ഷയാണോ കുഞ്ഞു, നീ സ്വർഗത്തിൽ പോകും, ഇടയ്ക്ക് വെച്ചൊരു ഭംഗവും വരികയല്ല. മാത്രമാണ് യെശയ്യാ പ്രവചനം 43:1-2 വാക്കുകളൊന്ന് ശ്രദ്ധിച്ച്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചനുമായ യഹോവയായ ദൈവം ഇങ്ങനെ അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പറയാണ്, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, നീ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാഹങ്ങൾ എന്തുമാത്രം പ്രശ്നങ്ങളാ. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ എന്തെല്ലാം അപകടമാ. അപ്പോഴൊക്കെ കർത്താവ് കൂടെയുണ്ട്. ഇവർ നാളെ പാടി കേൾപ്പിക്കും. മരണനിൽ കൂടെയുണ്ട്, രോഗം വരുമ്പോൾ കൂടെയുണ്ട്, മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ കൂടെയുണ്ട്. കൂടെയുള്ള ഒരു നാഥൻ. രക്ഷിക്കപ്പെട്ടവരെ പിന്നെ നീ അങ്ങ് ജീവിച്ചെന്നും പറഞ്ഞ് വിടുകയല്ല കർത്താവ്. തന്റെ വാഹനത്തിൽ കയറ്റി പ്രൈസ് ദി ലോർഡ് കൊണ്ടുപോകുന്ന, തോളിലേറ്റി നടത്തുന്ന നല്ലൊരിടയനാണ്. ഈ ഇടയനെ ഒന്ന് വെളിപ്പെട്ട് ലഭിക്കട്ടെ. മാത്രമാണോ? പിന്നീട് എന്താ എഴുതിയിരിക്കുന്നത്? നീ നദിയിൽ കൂടി കടക്കുമ്പോൾ നിന്റെ മീതെ കവിയുകയില്ല. പ്രിയപിള്ളേരെ, നദിയിലും വെള്ളമല്ലേ, പിന്നെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ നദിക്കൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ആ കര കവിഞ്ഞൊഴുകുന്ന പെട്ടെന്നുള്ള പ്രശ്നം. എത്ര പേരെ ജയിലിലാക്കിയിരിക്കുന്നറിയാമോ? മാവേലിക്കരയ്ക്കടുത്ത് പള്ളിപ്പാട്ടൊരു ചെറുപ്പക്കാരൻ ബിജു, അദ്ദേഹം ബഹ്റിനിൽ ജോലിയായിരുന്നു. നാട്ടിൽ വന്നു, വിവാഹം കഴിച്ചു, MSc നേഴ്സ്. പിന്നെയും ബഹ്റിനിൽ പോയി. തിരിച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയെ കാണാനുള്ള ആർത്തിയോടെ കമ്പനിക്കാരോടൊക്കെ കരഞ്ഞു പിടിച്ചിട്ട് ലീവ് കിട്ടി വന്നപ്പോ ഈ കൊച്ചു വേറൊരാൾക്ക് SMS അയക്കുക. എന്തുപടി SMS അയച്ചത്? അവൾ വേറൊരാളിന് തെറ്റായിട്ടുള്ള SMS തർക്കുത്തരം പറഞ്ഞു. ഇവര് ഭയങ്കര ദേഷ്യമായി പോയി. അടുത്തിരുന്ന കത്തിയെടുത്ത് പെടലിക്ക് ഇങ്ങനെ നോന്തി. പെൺകൊച്ച് പെടഞ്ഞവിടെ മരിച്ചു. ഇവൻ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ. പക്ഷെ ഇവൻ ഇറങ്ങി ഓടി. എത്ര ഓടാനാ? ക്രിമിനൽ അല്ല, സാധാരണ ഒരു ചെറുപ്പക്കാരന്. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. ആ ബെഡ്റൂമിൽ കൊണ്ടുവന്നപ്പോ അവൻ നിലവിളിച്ച് പറഞ്ഞു, സാറേ ഞാൻ കൊല്ലാൻ വേണ്ടി എന്ന് ചെയ്തതല്ല, പെട്ടെന്നുള്ള വികാരം. അങ്ങനെ എത്ര പേരാണെന്നറിയോ കൊലയാളികളായത്. എന്നാൽ പരിശുദ്ധാത്മാവുള്ളത്തിലുള്ള ദൈവവൈതലോ ഗ്ലാഡീസിനെ ഒന്ന് നോക്കിയേ. ഇല്ലേ, ഗ്രഹാം സ്റ്റെയിൻസും 2 മക്കളെയും ചുട്ടു വന്നപ്പോൾ ഗ്ലാഡീസ് സ്റ്റെയിൻസ് എന്താ പറഞ്ഞത്? അവരോട്, ക്ഷമിക്കണമേ പ്രിയമുള്ളവരെ, ഞങ്ങൾ പരസ്യയോഗത്തിന് പ്രസംഗിക്കുമ്പോൾ, കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ പലരും എതിർത്ത് വരുമ്പോൾ എതിർക്കാത്തത് ഞങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, വിൽ പവർ ഇല്ലാത്തത് കൊണ്ടല്ല. ഇതാ മുഖത്ത് തുപ്പലേറ്റിട്ടും കണ്ണത്തടിയേറ്റിട്ടും കവണി വീണ് ചമ്മട്ടിയാൽ അടിയേറ്റിട്ടും വാശിക്ക് അധീനമായി തീരാത്ത ക്രിസ്തുവിന്റെ ആത്മാവ് ഞങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത്. നദി ഞങ്ങളുടെ മീതെ കവിയില്ല. നിങ്ങൾ എങ്ങനെയുണ്ട്? ഭാര്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വഴക്കിടുവോ? ഈ ദേശത്തുള്ളവരെങ്ങനെയുണ്ട്? ഭർത്താവും ദേഷ്യപ്പെട്ട വഴക്കിടുവോ? അതോടനെ തന്നെ വിവാഹ കോടതി കേസ് ഫയൽ ചെയ്യുമോ? ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ ചെയ്യില്ല. നദി നിന്റെ മീതെ കവിയില്ല. പിന്നെ വിശ്വാസഗോളത്തിലൊക്കെ ചില ചെയ്യുന്ന പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതല്ല, ചുമ്മാ ഇതൊക്കെ ഒന്ന് ഏറ്റു പറഞ്ഞത്. ശരിയായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. ക്രിസ്തുവാണോ പരിപാലിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നദി നിന്റെ മീതെ കവിയില്ല. അവൻ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. ഈ ശമരിയക്കാരന്റെ കൂടെ ഇരിക്കുന്ന ആരെങ്കിലും വഴക്കിടുവോ? ഈ നല്ല ശമരിയക്കാരന്റെ വാഹനത്തിലിരിക്കുന്ന കുഞ്ഞെ നീ വഴക്കിടുവോ? സഭായോഗത്തിന് വഴക്കിടുവോ? കമ്മിറ്റി മീറ്റിംഗിന് വല്ലതും വഴക്കിടുവോ? പിന്നെ സാമ്പത്തിക പ്രശ്നം വന്നാൽ വഴക്കിടുവോ? ശമരിയക്കാരന്റെ കൂടെ ആണെങ്കിൽ വഴക്കിടില്ല, സമരക്കാരന്റെ കൂടെ അല്ലെങ്കിൽ വഴക്കിടും. അവൻ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. പിറ്റേന്നാൾ പോകുന്ന നേരം, അത് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ, വഴിയമ്പലക്കാരന് 2 വെള്ളിക്കാശ് കൊടുത്തു. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. അത് വിശദീകരിക്കുന്നില്ല, ഒരു വാക്യം പറഞ്ഞുകൊണ്ട് കർത്താവ് തന്ന വാഗ്ദത്തം, രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച നല്ല ശമരിയക്കാരനെ വെളിപ്പെട്ട് ലഭിച്ചവർക്കുള്ള വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. 1 Thessalonians 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും.
പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എന്നുമെന്നും കർത്താവിനോട് കൂടെയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുക. അങ്ങനെ പ്രത്യാശയുള്ള നല്ല ശമരിയക്കാരനെ ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിച്ച്, ക്രിസ്തുവിനാൽ നിത്യജീവൻ ലഭിച്ച്, ദൈവത്തിന്റെ പരിപാലനം അനുഭവിച്ച്, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ പ്രതീക്ഷിച്ച് തേജസ്സിലേക്ക് നടക്കുന്ന ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രാത്രി നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രി ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാ. ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള പ്രവർത്തനത്താൽ കർത്താവ് അനുഗ്രഹിച്ചു. ഇത്രയും പേർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ഈ പ്രദേശത്ത് ദൈവസ്നേഹത്തിന്റെ പ്രതിനിധിയായ നല്ല ശമരിയക്കാരനെ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. രക്ഷിക്കപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഇതുവരെ രക്ഷിക്കപ്പെടാത്ത അനേകർ ഈ പ്രദേശത്തുണ്ട്. അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സുവിശേഷം നടത്തുക എന്ന് പറഞ്ഞാൽ കേവലം നടത്തിയെന്ന് മാത്രമല്ല, ജനങ്ങൾ കേട്ടുവെന്ന് മാത്രമല്ല, പിന്നെയോ അനേകർ ഈ ശമരിയക്കാരന്റെ മഹത്വം വെളിപ്പെട്ട് ലഭിക്കണം. അതിന് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സുവിശേഷ യോഗം മൂലം അനേക ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുവാൻ, അവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി വ്യാപാരം അവന്റെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുവാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്. ക്രൂശിന്റെ വചനം അത് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവീയ ശക്തിയാണ്. ആ ശക്തി പ്രദേശത്ത് വ്യാപരിക്കുവാൻ, അനേകം രക്ഷിക്കപ്പെടാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മനോഹരമായ ഗാനങ്ങൾ പാടി അവിടുത്തെ വചനമൊക്കെ പ്രസംഗിച്ചു. എന്നാൽ സ്വർഗം കനിയണമേ. അനേകരുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുവാൻ കർത്താവെ സഹായിക്കണേ. ദേശവാസികളെ, ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞങ്ങൾ ദൈവത്തിന്റെ വചനം പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ അറിയിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പന്തലിൽ നിന്ന് ഒരു കൂട്ടം ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേകർ ക്രിസ്തുവിന്റെ മഹത്വം വരുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കേവലം ബുദ്ധിപരമായൊരു വിശ്വാസം മാത്രമല്ല, ഒരു അന്ധവിശ്വാസം മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വരുന്നതാണെന്ന് ബോധ്യപ്പെടുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കുമോ? ഇന്ന് രാത്രിയിൽ യേശുവിനെ കർത്താവായിട്ട് വാഴിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഞങ്ങളോട് ചേർന്ന് കർത്താവിനോട് ഇങ്ങനെ പറയാം. യേശുവേ കർത്താവേ, ഞാനൊരു പാപിയാണ്. എനിക്ക് അവിടുത്തെ മഹത്വം വെളിപ്പെട്ട് ലഭിക്കാൻ ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പേര് കൂടി ജീവിതത്തിൽ എഴുതി ചേർക്കണേ. ഇന്നു മുതൽ അവിടുന്ന് മാത്രം എന്റെ കർത്താവ്. അവിടുന്ന് എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണേ. അവിടുത്തെ ആത്മാവിനാൽ നടത്തണേ. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ സന്ദേശം കേട്ട ആരെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ദാസൻ ജോൺസനോടും യോഗ സംഘാടകരോടും നിങ്ങൾ അറിയിച്ചാൽ തുടർന്നുള്ള വചനം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ തന്നതോർത്ത് കർത്താവിന്റെ പാദപീഠത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാളത്തെ യോഗത്തെ, അടുത്ത ദിവസത്തെ യോഗത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് വരുവാൻ താമസിച്ചാൽ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവെ കൃപ തരണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, മാത്രമല്ല ദേശവാസികളെ ക്രിസ്തുവില്ലാതെ മരിച്ചാൽ നിത്യനരകത്തിലേക്ക് പോകും, ക്രിസ്തുവിനെ കർത്താവായി വാഴിക്കണമെന്ന് ആവർത്തിച്ച് പ്രബോധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു.